കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 5-ാമത് വാക്യം. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഈ വാക്യങ്ങൾ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായൊരു ചിന്തയാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടവരും. ദൈവം ഇസ്രായേൽ ജനത്തെ നോക്കി പറയുകയാണ്, നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്തായിരിക്കും. എപ്പോഴും നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്, നമ്മൾ ദൈവത്തിന് സ്പെഷ്യലാണ്. സ്തോത്രം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ആഴമായതാണ്, അല്ലേ? പലപ്പോഴും നമ്മെപ്പോലെ അനേകർ ഈ ലോകത്തിലുണ്ടായി. നമ്മളെക്കാൾ കഴിവുള്ളവർ, ബലവാന്മാർ, ശക്തന്മാർ, കുടുംബ മഹിമയുള്ളവർ, കുടുംബ ശ്രേഷ്ഠതയുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, ജ്ഞാനമുള്ളവർ, പലരും ഈ ലോകത്തിലുണ്ടായിരുന്നത് എന്തിനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്, അല്ലേ? കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ബലവാന്മാരെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. സ്തോത്രം. ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ഭോഷത്വമായതിനെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടവന്നു. എന്തുകൊണ്ടാണ്? ദൈവം നമുക്ക് പ്രിയപ്പെട്ടതാണ്. സ്തോത്രം. ദൈവത്തിന് നാം പ്രിയപ്പെട്ടവരാണ്, അപ്പോൾ തന്നെ നമുക്ക് ദൈവം പ്രിയപ്പെട്ടതാണ്, അല്ലേ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെട്ട് പറയുന്നു, നിങ്ങൾ എൻ്റെ സമ്പത്താണ്. ഇങ്ങനത്തെ പ്രത്യേക സമ്പത്താണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ സമ്പത്തായിട്ട് മാറുവാൻ തക്കവണ്ണം കഴിയും? ഇവിടെ പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച്. അപ്പം നമ്മൾ ദൈവം പറയുകയാണ്, നിങ്ങൾ എനിക്കെന്താണ്? പ്രത്യേക സമ്പത്താണ്. എങ്ങനെ നമുക്ക് ദൈവത്തിന് പ്രത്യേക സമ്പത്തായി മാറാൻ കഴിയും? ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വാക്ക് നമ്മൾ എന്ത് ചെയ്യണം? കേട്ട് അനുസരിക്കണം. 2, ദൈവത്തിൻ്റെ നിയമങ്ങളെ നമ്മൾ പ്രമാണിക്കുകയും വേണം. ഇത് രണ്ടും നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നാം ദൈവത്തിന് പ്രത്യേക സമ്പത്തായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെയാണ് ഒരു ചെറിയൊരു കോംപ്ലിക്കേഷനൊക്കെ, അല്ലേ? ദൈവത്തെ അനുസരിക്കാൻ നമുക്ക് കഴിയുമോ? ദൈവത്തെ കൽപ്പനകളെ നമുക്ക് പ്രമാണിപ്പാൻ കഴിയുമോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, തിരുവചനം ഇങ്ങനെ പറയുന്നു: എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെയും പ്രമാണിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ കൽപ്പനകൾ നമുക്ക് ഭാരമുള്ളവയല്ല. അപ്പോൾ സ്തോത്രം, നമുക്കനുസരിക്കത്തക്ക രീതിയിലാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ നമുക്ക് കൈമാറിയിരിക്കുന്നത്. ആ കൽപ്പനകളെ അനുസരിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ തിരുവചനത്തിലൂടെ നമുക്ക് നൽകപ്പെട്ട പ്രമാണങ്ങൾ, നിയമങ്ങൾ, കൽപ്പനകൾ അനുസരിപ്പാൻ നമ്മൾ തയ്യാറായാൽ നാം ദൈവത്തിന് ഒരു പ്രത്യേക സമ്പത്തായിരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ പ്രത്യേക സമ്പത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു വ്യാപാരത്തിനും കഴിയത്തില്ല. ആ തരത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായി നല്ല സമയത്തിനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ഈ ഒരു അനുഗ്രഹീത സന്ദേശം ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്നവരുടെ ജീവിതത്തിനകത്ത് ഇതൊരു വലിയ അനുഗ്രഹമായി പരിണമിപ്പാൻ സ്വർഗമിടയാക്കും. അനേകരെ ദൈവരാജ്യത്തിനായിട്ട് ഒരുക്കും. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.